പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മൾ കർത്താവിനെ ആരാധിച്ചു, മഹത്വപ്പെടുത്തി. ദൈവകൃപയുടെ ഒരു സമൃദ്ധിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കാരുണ്യത്തെയും അവൻ്റെ നാമത്തെ പ്രതിയുള്ള വിശ്വസ്തതയാൽ അവൻ്റെ കൃപയിലേക്ക് നമ്മളെ ഉയർത്തി. ആ നല്ല ദൈവത്തിന് ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് ഈശോയെ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്ത് ഈശോയോട് കൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്, ഈശോ ചിലരെയെല്ലാം തൻ്റെ അടുത്തേക്ക് വിളിക്കുക. ചിലർ ആ വിളി കേട്ട് എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പുറകെ പോന്നു. പീലിപ്പോസ് ഒരു ദിവസം നിൽക്കുന്നിടപ്പോൾ ഈശോ വിളിച്ചു, പീലിപ്പോസേ, നീ അങ്ങനെ നിൽക്കേണ്ട വ്യക്തിയല്ല, നീ എൻ്റെ കൂടെ വാ. പീലിപ്പോസ് എന്ത് ചെയ്തു? ആ വിളി കേട്ട് തനിക്കുണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ച് അവൻ യേശുവിൻ്റെ കൂടെ പോയി. അങ്ങനെ യേശുവിൻ്റെ കൂടെ പോകുമ്പോൾ പീലിപ്പോസ് വഴിയിൽ വെച്ച് വേറൊരുത്തനെ കാണാം, നഥാനിയേലിനോട് പറഞ്ഞു, ഞാൻ മിശിഹായെ കണ്ടു, നീ വന്ന് കാണുക. അപ്പം പീലിപ്പോസ് എന്ത് ചെയ്തു? യേശു പീലിപ്പോസിനെ വിളിച്ചു. പീലിപ്പോസ് നഥാനിയേലിനെ വിളിച്ച് അവനെയും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുക. ദൈവം ചിലരെ പ്രത്യേകമായിട്ട് വിളിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്താണ് ദൈവം ചിലരെ എന്തിനാ വിളിക്കുന്നത്? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, തന്നോട് കൂടെ ആയിരിക്കാനും പിശാചുകളെ ബഹിഷ്കരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനുമായി ദൈവം അവരെ നിയോഗിക്കുന്നു. ദൈവം വിളിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ദൗത്യം നിറവേറ്റാനാണ്. ഹല്ലേലൂയ. വലതുരുവത്തിൽ പറയുന്നു ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയുന്നു ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സനൽ ജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ വിങ് കമാൻഡറായിട്ട് ജോലി ചെയ്യുന്നു. കോഴിക്കോട് സ്വദേശിയാണ്. ഭാര്യ സംഗീത നേരത്തെ സോഫിയ ബുക്സിൻ്റെ കോഴിക്കോട് ഓഫീസിൽ എഡിറ്ററായി ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ സംഗീതയും എയർഫോഴ്സിൽ വിങ് കമാൻഡറായിട്ട് ജോലി ചെയ്യുന്നു. 2 മക്കളാണുള്ളത്, സാന്ദ്ര, യേശു. നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ ഈ വചനവേദിയിലേക്ക് സനൽ ബ്രദറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്കൊരു നിമിഷം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം, കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പരിചയമുള്ള ഒരുപാട് പേർ, നമ്മുടെ ബന്ധുക്കൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ പലരും ശുദ്ധീകരണ സ്ഥലത്താണ്. അവരെത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തുവാനായിട്ട് മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇരുകരങ്ങളും നമ്മൾ നെഞ്ചോട് ചേർക്കുന്നു. ഈ നിമിഷം നമ്മളെ ടെലിവിഷൻ സെറ്റുകളിലൂടെ കാണുന്നവർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർ, എന്നാൽ നമ്മുടെ കൂടെ ആയിരിക്കാൻ കഴിയാതെ, ചില പ്രത്യേക സാഹചര്യങ്ങൾ കഴിയാതെ പോയവർ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർ, രോഗപീഠയിലിരിക്കുന്നവർ, അവർക്കെല്ലാവർക്കും വേണ്ടി ഈ നിമിഷം നാം അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇരുകരങ്ങളും നമ്മൾ നമ്മുടെ തന്നെ ശിരസിൽ ചേർത്ത് വയ്ക്കുന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് നാം നമുക്ക് വേണ്ടി മാതാവിനോട് മാധ്യസ്ഥം യാചിക്കുകയാണ്. കേൾക്കുന്ന വചനങ്ങൾ നമ്മിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കാനായി നാം അമ്മയോട് അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഡ്വെന്റ് അഥവാ ആഗമനകാലം ആഘോഷിച്ചു. അഡ്വെന്റ് എന്നുള്ള പദം അദ്വന്തൂസ്
എന്ന് ഹീബ്രു ഭാഷയിലെ പദത്തിൽ നിന്ന് എടുത്തതാണ്. അദ്വെന്തൂസ് എന്ന പദത്തിനർത്ഥം യേശുവിൻ്റെ രണ്ടാം വരവിനായി നാം നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു കാലഘട്ടം എന്നുകൂടെ അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മൾ ക്രിസ്മസിൻ്റെ ആഘോഷ തിമിർപ്പിൽ ഇത് മറന്നു പോകാറുണ്ട്. ഏത് തരത്തിലുള്ള ഒരു ഒരുക്കമാണ് ദൈവപിതാവ് യേശുവിൻ്റെ രണ്ടാം വരവിനായി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വിശുദ്ധ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 3-ാം വാക്യത്തിലുണ്ട്. മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിൻ. ഏറ്റുപറയാം, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിൻ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിൽ വഴി, വിശാല വീഥി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ വാക്ക് എബ്രായ ഭാഷയിൽ മെസില എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്, ഹൈവേ എന്നാണ് അർത്ഥം. എന്താണ് ഈ ഹൈവേയുടെ പ്രത്യേകത? മറ്റ് ഇടവഴികളും ഊടവഴികളും സാധാരണ റോഡുകളും അപേക്ഷിച്ച് ഹൈവേയുടെ പ്രത്യേകത എന്താണ്? ഞാൻ നോക്കിയപ്പോൾ 2 സവിശേഷതകളാണ് ഒരു ഹൈവേക്കുള്ളത്. ഒന്ന്, അത് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. എന്താണ്? രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. രണ്ടാമതായി, അതിലൂടെ ആർക്കും സ്വതന്ത്രമായി നിർഭയം സഞ്ചരിക്കാം. ഒന്നുകൂടെ കേൾക്കണം, സ്വതന്ത്രമായി നിർഭയം സഞ്ചരിക്കാം. ഹല്ലേലൂയ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഹൈവേ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ക്രിസ്തു സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ജീവിതമാണ്. എന്താണ്? ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ക്രിസ്തു സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ജീവിതമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ യേശയ്യാ പ്രവാചകൻ പറയുന്ന, യോഹന്നാൻ ബപ്തിസ്മ പറഞ്ഞ ആ വിശാല വീഥി ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ആനന്ദിച്ചുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണത്. ഇനി നമുക്ക് ഈ മരുഭൂമി എന്താണെന്ന് നോക്കാം. എന്താണ് മരുഭൂമിയുടെ പ്രത്യേകതകൾ? ഞാൻ നോക്കിയപ്പോൾ 4 പ്രത്യേകതകളാണ് മരുഭൂമിക്കുള്ളത്. ഒന്ന്, തണലിൻ്റെ അഭാവം. അതായത് ആശ്രയിക്കാൻ ഒന്നുമില്ല, സദാ ചൂട്. ഒരിറ്റ് തണൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മുടെ മനസ്സ് കെഞ്ചിപ്പോവും. 2, ദാഹം. ഹൃദയം വരൾച്ചയുടെ ഒരു അവസ്ഥയിലായിരിക്കും. കൂടെ പ്രലോഭനങ്ങളുടെ തള്ളിക്കയറ്റം ഉണ്ടാവും. 3, ഏകാന്തത, ചുറ്റിനും ആരുമില്ല. 4, നിസ്സഹായത. ആര് വിചാരിച്ചാലും നമ്മളെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ. ദൈവം മാത്രം വിചാരിച്ചാലേ നമ്മൾക്ക് സഹായം കിട്ടുകയുള്ളൂ. ഇതാണ് മരുഭൂമിയുടെ പ്രത്യേകത. എന്നാൽ ദൈവം പറയുന്നു, ഈ മരുഭൂമിയിൽ നിങ്ങൾ ദൈവത്തിനായി ഒരു വിശാല വീഥി വഴിയൊരുക്കുക എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും ഒരു മരുഭൂമി അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്കും അതുപോലൊരു മരുഭൂ അവസ്ഥയുണ്ടായി. ആ ഒരു ചെറിയ അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോവുകയാണ്. 2017 എൻ്റെ ശരീരത്തിലെ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ്, അതിൻ്റെ കൗണ്ട്, എണ്ണം കുറയാൻ തുടങ്ങി. സാധാരണ ഡെങ്കിപ്പനി ബാധിച്ചവർക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും. ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ ശരാശരി 1.5 ലക്ഷം പ്ലേറ്റ്ലെറ്റ് എങ്കിലും വേണം. എൻ്റെ ശരീരത്തിൽ അത് 40,000 ആയിരുന്നു. അത് മാത്രവുമല്ല, അത് കുറഞ്ഞുകൊണ്ടേയിരുന്നു. ബോൺ മാരോ ബയോപ്സി ചെയ്തപ്പോൾ, മജ്ജയുടെ ബയോപ്സി ചെയ്തപ്പോൾ
ഒരു കാര്യം മനസ്സിലായി, എൻ്റെ മജ്ജ തകരാറിലായി എന്ന്. ഈ മജ്ജയാണ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ. എൻ്റെ ഈ അസുഖത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിരുന്നു. അതായത് എൻ്റെ ശരീരത്തിൻ്റെ തന്നെ പ്രതിരോധ ശക്തി എൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ബ്ലഡ് പ്ലേറ്റ്ലെറ്റുകളെ ആക്രമിച്ച് വധിക്കുകയായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വർഷം പലതരത്തിലുള്ള ചികിത്സകൾ, നാടൻ ചികിത്സ, ഫോറിൻ ചികിത്സ, ഒരുപാട് ചികിത്സകൾ ചെയ്തു. ഒരു ഫലവും ഉണ്ടായില്ല. തീർത്തും ഞാനൊരു മരുഭൂമിയിൽ അകപ്പെട്ട പോലായി. അത് കഴിഞ്ഞ് എന്നെ പട്ടാളക്കാരുടെ ഹോസ്പിറ്റലിൽ ATG അഥവാ ആൻറ്റി തൈമോസൈറ്റ് ഗ്ലോബുലിൻ എന്നൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തു. ഇത് പരീക്ഷണാർത്ഥം. ഈ ATG ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ചെയ്യുന്നതിന് മരണഹാനി വരെ സംഭവിക്കാം. എനിക്കുള്ള അസുഖത്തിൻ്റെ പേര്, എനിക്കുണ്ടായ അസുഖത്തിൻ്റെ പേരാണ് എപ്ലാസ്റ്റിക് അനീമിയ. ഇതിൽ 70% രോഗികൾ മരണപ്പെടുകയാണ് ചെയ്യാറ് പതിവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ATGക്കായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയപ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണം 7000 ആയിരുന്നു. ഓർക്കണം, 1.5 ലക്ഷമാണ് മിനിമം വേണ്ടത്. എൻ്റെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണം 7000 ആയിരുന്നു. ATG നമ്മുടെ ശരീരത്തിൽ കയറ്റി കഴിയുമ്പോൾ ആദ്യത്തെ ദിവസം പനിച്ചില്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു. നമ്മളെല്ലാവരും മനുഷ്യരാണ്, പേടിയുണ്ടാവും. വൈകുന്നേരം വരെ പനിയൊന്നുമില്ലായിരുന്നു. വീട്ടുകാരൊക്കെ തിരിച്ച് പോയപ്പോൾ എനിക്ക് പനിക്കാൻ തുടങ്ങി. രാത്രി ഒരു 9 മണിയോടടുപ്പിച്ച് എനിക്ക് പൊള്ളുന്ന പനി. പനിച്ച് എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ഡോക്ടർമാരൊക്കെ പരിഭ്രാന്തരായി. ഈ ബോധം നഷ്ടപ്പെടുന്നതിന് ഒരു 10 സെക്കൻഡ് മുമ്പേ എൻ്റെ കൺമുമ്പിൽ ഒരു കാഴ്ച തെളിഞ്ഞു. അതായത് ഞാൻ എൻ്റെ ആശുപത്രി കിടക്കയിൽ ഇരിക്കുകയാണ്, ഇങ്ങനെ ചാരിയിട്ട്. ആരെ ചാരിയായിരിക്കുന്നത്? മാതാവിന് ചാരിയാണ് ഞാൻ ഇരിക്കുന്നത്. മാതാവ് എന്നെ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ പുറം മാതാവിനോട് ചാരിയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ബോധം പോയി. തിരിച്ച് ബോധം വന്നപ്പോൾ ഞാൻ കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് എനിക്ക് ചുറ്റും പരിഭ്രാന്തരായ കുറേ ഡോക്ടർമാരും കുറേ നേഴ്സുമാരെയാണ്. പക്ഷേ എൻ്റെ ചുണ്ട് ഇടവിടാതെ എന്തോ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ സെൻസസിലേക്ക് വന്നപ്പോൾ ഞാൻ സ്വയം ചിന്തിച്ച്, ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അത് മറിയത്തിൻ്റെ സ്തോത്രഗീതമായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ദിവസം പനി എന്നെ നിശേഷം വിട്ടുമാറി. ATGക്കായിട്ട് അഡ്മിറ്റ് ചെയ്ത കാലഘട്ടത്തിൽ എനിക്ക് ഒരു പുസ്തകം കിട്ടി. വിശുദ്ധ മേരി ലൂയി ദി മോൺഫോർട്ടിൻ്റെ ദ സീക്രട്ട് ഓഫ് റോസറി, ജപമാലയുടെ രഹസ്യം എന്നുള്ള പുസ്തകം. ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ATG കഴിഞ്ഞാൽ ആശുപത്രിയിൽ നമ്മളുടെ മേലെ കുറേ സ്റ്റിറോയിഡ് കുത്തിവെക്കും ഈ അസുഖത്തിനായിട്ട്. സ്റ്റിറോയിഡ് കുത്തിവെച്ചാൽ ആദ്യത്തെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവുമെന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ. എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, ഇത്രയും ഷുഗർ ഉണ്ടെങ്കിൽ കുറച്ച് റേഷൻ കടയിൽ കൊടുത്തൂടെ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടർമാർ എന്നെ നോക്കിയപ്പോൾ എനിക്കും ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു. 3 നേരം ആശുപത്രിയിൽ എനിക്ക് പൊക്കിളിൻ്റെ അവിടെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ കുത്തേണ്ട ഒരു സ്ഥിതി വന്നു. ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഈ ഡയബറ്റീസ് നിങ്ങളെ വിട്ടു പോകുവാൻ ചാൻസ് ഇല്ല. എൻ്റെ ഷുഗർ കൗണ്ട് എത്രയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. 280. 80 തൊട്ട് 120 വരെയാണ് ഒരു ശരാശരി റേഞ്ച്. 280 ആയിരുന്നു. ചില ദിവസങ്ങൾ അത് 300 പോയിരുന്നു.
ഒരു പക്ഷേ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഒരു പക്ഷേ ഈ അവസ്ഥയും വെച്ചുകൊണ്ട് നിങ്ങൾ തുടർന്ന് ജീവിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് പാരമ്പര്യമായി രാജകുടുംബത്തിൽ നിന്നാണെന്നല്ല, എന്താണ്, ഡയബറ്റീസ് ഉള്ള കുടുംബത്തിൽ നിന്നാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മേരി ലൂയി ദി മോൺഫോർട്ടിൻ്റെ പുസ്തകം വായിച്ച് ജപമാല ചൊല്ലുന്നതിൽ ഒരു പുതിയ ഉണർവ് കണ്ടെത്തിയ നിമിഷങ്ങളായിരുന്നു അവ. ഞാൻ ജപമാല കയ്യിലെടുത്തുകൊണ്ട് മാതാവിനോട് ചോദിച്ചു, മാതാവേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി എന്ന്. അപ്പോൾ ഞാൻ പുതിയ സൃഷ്ടിയാണെങ്കിൽ എൻ്റെ പാരമ്പര്യം എൻ്റെ ഇഹലോക മാതാപിതാക്കളിൽ നിന്നല്ല, മറിച്ച് നിൻ്റെ പാരമ്പര്യമായിരിക്കണം. നിനക്ക് ഡയബറ്റീസ് ഒന്നും ഇല്ലല്ലോ മാതാവേ, ഞാൻ ചോദിച്ചു. എന്നിട്ട് മാതാവിൻ്റെ രക്തക്കണ്ണീരിൻ്റെ ജപമാല ഞാൻ എല്ലാ ദിവസവും ഇതേ ചോദ്യത്തിൻ്റെ കൂടെ ചൊല്ലാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞതും എൻ്റെ ഡയബറ്റീസ് പൂർണ്ണമായും ഇല്ലാതായി. എനിക്ക് ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യം മാറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, പാരമ്പര്യങ്ങൾ മാതാവ് എടുത്ത് മാറ്റും. മാതൃഭക്തർക്ക് പാരമ്പര്യ രോഗങ്ങൾ യേശുകയില്ല. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 60 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിരുന്നു ഈ ATG കഴിഞ്ഞിട്ട്. ഈ 60 ദിവസവും മാതാവ് എന്നെ ബൈബിൾ വായിക്കാൻ പ്രേരിപ്പിച്ചു. അല്പസ്വല്പം ലാറ്റിൻ ഭാഷയിൽ പ്രാർത്ഥനകൾ ചൊല്ലാൻ പഠിപ്പിച്ചു. അങ്ങനെ ഈ ദിവസങ്ങൾ കഴിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോഴും എൻ്റെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞാൽ വെറും 45,000. ഹല്ലേലൂയ. ഓർമ്മിപ്പിക്കാൻ പറയുന്നതാണ്, മിനിമം കൗണ്ട് എത്രയാണ് വേണ്ടത്? 1.5 ലക്ഷം. 45,000. ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടി വളരെ ഭംഗിയായി നിർവഹിച്ചു. അവർ പോകുന്നതിന് മുമ്പ് ഈ നമ്മൾ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ മകളോട് പറയുന്നത് പോലെ, വിഷമിക്കൊന്നും വേണ്ട, ഇതിലും കുറവ് പ്ലേറ്റ്ലെറ്റ് ഉള്ളവർ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്, ഇതും കൊണ്ട് ജീവിക്കണമെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിലെത്തിയ എൻ്റെ ഫ്രിഡ്ജ് നിറയെ മരുന്നുകളായിരുന്നു. അതിൽ ഒരു മരുന്നിൻ്റെ പേര് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൽട്രോംബോപാഗ്. ഈ ഒരു ഗുളിക എനിക്ക് ഒരു ദിവസം കഴിക്കണം. ഈ ഒരു ഗുളികയുടെ വിലയായിരുന്നു 2100 രൂപ ആ കാലത്ത്, അതായത് 3 വർഷം മുമ്പേ, 4 വർഷം മുമ്പേ 2100 രൂപ ഒരു ടാബ്ലറ്റിൻ്റെ വിലയാണ്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. 3 മാസം കഴിഞ്ഞിട്ടും എൻ്റെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ കൂടുന്നില്ല. ആ മരുഭൂമി അവസ്ഥയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിരാശപ്പെട്ട് നിസ്സഹായനായി ഞാൻ സ്വയം ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇനി മരുന്ന് കഴിക്കില്ല. കാരണം ഈ മരുന്നുകൾക്കൊക്കെ സൈഡ് റിയാക്ഷൻ ഉണ്ട് അതിൻ്റേതായ. ശരീരമാസകാലം കോച്ചി വലിക്കുന്ന അവസ്ഥ, രാത്രി കിടക്കുമ്പോൾ ബ്രെയിനിലുള്ള സെല്ലൊക്കെ ആരോ പിടിച്ച് വലിക്കുന്ന പോലെ ഒരു തോന്നൽ, കാല് തരിപ്പ്, കൈ തരിപ്പ്, അങ്ങനെ ഒരുപാട് സൈഡ് ഇഫക്റ്റ് ഉള്ള ഒരു മരുന്ന്, കുറേ മരുന്നുകളായിരുന്നു എനിക്ക് തന്നിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് ഞാൻ യേശുവിനോട് പറഞ്ഞു, യോഹന്നാൻ 19:25-26 നീ പറയുന്നത് പോലെ ഞാൻ എന്നെ തന്നെ നിന്റെ അമ്മയുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഇടയ്ക്കാണ് ഞാൻ ഫ്രാൻസിലെ ലൂർദ് എന്നുള്ളൊരു സ്ഥലത്തെക്കുറിച്ച് വായിക്കാനിടയായത്, വിശുദ്ധ ബർണാദിത്തെക്കുറിച്ച് വായിക്കാനിടയായത്. ലൂർദിനെ പറ്റി അറിയുന്നവർക്കറിയാം, അവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണെന്ന്. അതിനെപ്പറ്റി വായിച്ച അന്ന് മുതൽ എനിക്കൊരു ഉൾപ്രേരണ മാതാവ് തരുന്നതായി ഒരു അനുഭവമുണ്ടായി. നീ വിശ്വസിച്ച് ലൂർദിൽ പോയാൽ നീ സൗഖ്യപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിദേശയാത്ര നടത്തണമെങ്കിൽ, അതും അസുഖമുള്ളൊരവസ്ഥയിൽ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. സാമ്പത്തിക പ്രയാസം വേറെ. രണ്ടും കൽപ്പിച്ച് ഒരാഴ്ചയ്ക്കുള്ള ഒരു ചെറിയ തീർത്ഥാടന യാത്ര ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ ഭാര്യ, 2 മക്കൾ, ഞങ്ങൾ തീരുമാനിച്ചു.
ലൂർദിലേക്ക് പോകാൻ. പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പോകുന്നതിന് മുമ്പ് അത് 45,000 ആയിരുന്നു. എത്രയാണ്? കേൾക്കാൻ വയ്യ? 45,000. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഹൃത്തുക്കളെ, എൻ്റെ സാക്ഷ്യം ഇവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം ചോദിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു സീനുണ്ട്. ദൈവം അബ്രാമിനെ കൂടാരത്തിന് വെളിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട്. എന്താണ് ചോദിക്കുന്നത്? ഈ ആകാശത്ത് എന്താണ് ചോദിക്കുന്നത്? ഈ ആകാശത്തെ നക്ഷത്രങ്ങളെ നീ കണ്ടോ? ഇതിലും കൂടുതൽ സന്തതികൾ നിനക്ക് ഉണ്ടാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കാണിച്ചത് പകലായിരുന്നോ രാത്രിയായിരുന്നോ? രാത്രിയായിരുന്നു എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ. ഈ ചെറുതായി കൈപൊക്കുന്നത് എന്താ, ഇടനേരത്തായതുകൊണ്ടാണോ? അല്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സുഹൃത്തുക്കളെ, അതൊരു പകലായിരുന്നു. 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. കാരണം അത് കഴിഞ്ഞ് സന്ധ്യ മയങ്ങുന്ന നേരത്തെ പറ്റി പറയുന്നുണ്ട്. വചനത്തിൽ പറയുന്നില്ല അബ്രാഹാം നക്ഷത്രങ്ങളെ കണ്ടു എന്ന്. വചനത്തിൽ എവിടെയും പറയുന്നില്ല അബ്രാഹാം നക്ഷത്രങ്ങളെ കണ്ടു എന്നുള്ളത്. മറിച്ച് അബ്രാഹാം വിശ്വസിച്ചു. എന്തുകൊണ്ടെന്നറിയൂ? അവനറിയാം എന്നോട് സംസാരിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് സംസാരിക്കുന്നത് ദൈവമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തെ സൃഷ്ടിച്ച ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആകാശത്തേക്ക് നോക്കണ്ട പകല്. ദൈവം പറയുന്നുണ്ടെങ്കിൽ ആകാശത്ത് പകൽ എന്തുണ്ടാവും? നക്ഷത്രങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചു വരാം എൻ്റെ സാക്ഷ്യത്തിലേക്ക്. വിശ്വാസത്തോടുകൂടി ഞാൻ ലൂർദിൽ പോയി അവിടുത്തെ വെള്ളം, അവിടെ ഒരു തീർത്ഥമുണ്ട്, പുണ്യതീർത്ഥമുണ്ട്. അവിടുത്തെ ആ വെള്ളം കുടിച്ചു വിശ്വാസത്തോടു കൂടി. ഞാൻ തിരിച്ചു വന്നു. ഒരൊറ്റ ആഴ്ചത്തെ ട്രിപ്പായിരുന്നു. ആഴ്ചയിൽ പോകുന്നതിന് മുമ്പ് എത്രയായിരുന്നു എൻ്റെ കൗണ്ട്? ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 45,000. തിരിച്ചു വന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. 1,82,000 ആയിരുന്നു എൻ്റെ കൗണ്ട് പ്ലേറ്റ്ലെറ്റിന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മരുന്നും കഴിക്കാതെ 3 മാസത്തോളം ഒരു മരുന്നും കഴിക്കാതെ നിരാശയുടെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. ആ ആശ്രയം കണ്ടപ്പോൾ അവൻ മാതാവ് വഴി ഒരു അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖത്തിൻ്റെയും നിരാശയുടെയും മരുഭൂമിയിൽ ദൈവവിശ്വാസത്താൽ അവിടത്തേക്ക് വഴിയൊരുക്കിയപ്പോൾ ഫെസിത് മിഹി മാഗ്നാക്കി പൊത്തൻസ് എ സാങ്ക്തം നോമൻ യേശു, എന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. വിശ്വസിക്കുന്നവർ സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ പിശാചും വിശ്വസിക്കുന്നുണ്ട് യേശുവിൽ. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പിന്നെ നമ്മുടെ വിശ്വാസവും അവൻ്റെ വിശ്വാസവും തമ്മിൽ എന്താ വ്യത്യാസം? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നമ്മൾ പറയും വിശ്വാസം എന്ന്. ഇംഗ്ലീഷ് ഭാഷ പോലും ഈ ഒരു പദത്തിന് വളരെ പരിമിതമാണ്. യേശു പറഞ്ഞിട്ടുള്ള വിശ്വാസം പിസ്തിയു ആണ്. പിസ്തിയു നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫെയ്ത്ത്, ബിലീഫ്, ഹോപ്പ്, ട്രസ്റ്റ്. വിശ്വാസം, ഒരു പ്രതീക്ഷ, മൂന്നാമതൊരു ഉറപ്പ്. യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? ഉറപ്പാണ്. എന്താണ്? ഉറപ്പ്.
നിങ്ങൾ ഐ ട്രസ്റ്റ് ഇൻ ജീസസ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പുള്ള വിശ്വാസമായിരിക്കണം. രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈ ഉയർത്തിയാട്ടെ, കൈ താഴ്ത്തിയാട്ടെ. രാവിലെ എഴുന്നേറ്റ് ചായ ചോദിക്കുമ്പോൾ ഭാര്യ ചായ കൊണ്ടു തരുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈ വെക്കിയാട്ടെ, കൈ താഴ്ത്തിയാട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആ ചായയിൽ വിഷം ഉണ്ടാവുമെന്ന് നിങ്ങൾ സംശയിക്കാറുണ്ടോ? ഒരു ചേട്ടൻ പതുക്കെ തലയാട്ടി, പക്ഷെ കുഴപ്പമില്ല. ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ആ തരത്തിലൊരു വിശ്വാസം നിങ്ങൾക്ക് യേശുവിൽ ഉണ്ടാവുമോ? ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകുമ്പോൾ ഒരു ബസ് കയറുന്നു. ബസ് കയറുമ്പോൾ നമ്മൾ ഈ ബസ് എവിടെയെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് ആക്സിഡൻ്റ് ആവും എന്ന് വിശ്വസിച്ചിട്ടാണോ കയറുന്നത്? അല്ല, ഈ ബസ് എന്നെ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ആ ബസ്സിൽ കയറുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ശിഷ്യന്മാരോടൊത്ത് വഞ്ചിയിൽ പോകുമ്പോൾ വഞ്ചിയിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ചോദിച്ച ചോദ്യം അതാണ്, ഓ യു പീപ്പിൾ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. മലയാളം POC ബൈബിളിൽ അല്പവിശ്വാസികളെ എന്നാണ് എഴുതിയത്. എന്നാൽ യേശു വിളിച്ചത് വിശ്വാസമില്ലാത്തവരെ എന്നാണ്. ഹല്ലേലൂയ. അവൻ ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്ന് കണ്ണടച്ചുകൊണ്ട് അവനെ വിശ്വസിക്കാനാണ്. ഞാൻ കൂടെയുണ്ട്, ഞാൻ നിനക്ക് തീർച്ചയായും നീ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം പദ്ധതി അനുസരിച്ച് ചെയ്തു തരുമെന്ന്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ആശ്രയിക്കാൻ ആരുമില്ലാതെ പ്രതീക്ഷയെല്ലാം വറ്റി വരണ്ട് നിസ്സഹായാവസ്ഥ വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക. എന്ത് പ്രാന്താ പറയണമെന്ന് ചിലപ്പോൾ ചിന്തിക്കും. ഞാനിത് പറയുന്നത് എഴുതി പഠിച്ചിട്ടല്ല, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. മരുഭൂ അവസ്ഥ ജീവിതത്തിൽ വരുമ്പോൾ നാം സന്തോഷിക്കണം. കാരണം നാം ദൈവവിശ്വാസത്തിൻ്റെ, ദൈവത്തിലുള്ള പരിപൂർണ ആശ്രയത്തിൻ്റെ വിശാല വീഥി ആ മരുഭൂമിയിൽ ഒരുക്കണം. മാതാവ് നമ്മെ അതിനായിട്ട് സഹായിക്കും. നമ്മുടെ ജീവിതത്തിലെ ഓരോ മരുഭൂമി അനുഭവവും ദൈവത്തിനായി പാത ഒരുക്കാനുള്ള വിളിയാണ്. ഉറപ്പുള്ളവർ ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അവൻ നമ്മുടെ ജീവിതത്തിൽ വെറും ഒരു സങ്കല്പമല്ല, ഒരു ചിത്രമല്ല, മറിച്ച് അവൻ ഒരു അനുഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇമ്മാനുവൽ. നമ്മൾ പുൽക്കൂട് ഒരുക്കി യേശുവിനെ കൊണ്ട് കിടത്തി അവിടെ. പക്ഷെ ആ യേശു അവൻ ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. നമ്മുടെ ഓരോ ഹൃദയമിടിക്കുമ്പോഴും, ഓരോ തവണ ഹൃദയമിടിക്കുമ്പോഴും നമ്മുടെ കൂടെ ചേർന്ന് ഇരുന്ന് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മോട് ചോദിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിന്ന് വചനം പ്രഘോഷിക്കുമ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് പ്ലേറ്റ്ലെറ്റ് കൗണ്ടാണ് 2,10,000. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മരുന്നല്ല, ഒരു മന്ത്രവുമല്ല, ഒരു മായവുമല്ല, അവനുള്ള വിശ്വാസം മാത്രമാണ് എന്നെ സൗഖ്യപ്പെടുത്തിയത്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഞാൻ ഈ സാക്ഷ്യത്തെ എൻ്റെ ഒരു പേഴ്സണൽ അപ്ലിക്കേഷൻ വഴി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തു. ഗവൺമെൻറ്റിൽ ഒരു സാക്ഷിയാവാനും കൂടെയുള്ള ഒരു വഴിയായിരുന്നു എൻ്റെ ഈ അസുഖം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിൻ്റെയും മറ്റാഘോഷങ്ങളുടെയൊക്കെ ഇടയിൽ നമ്മൾ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കണം. യേശുക്രിസ്തു വന്നു, യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് നമ്മുടെയൊക്കെ കൂടെ വസിച്ച് തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി. ഇനി നമ്മളെ അവൻ ആവശ്യം അവൻ്റെ രണ്ടാം വരവിനാണ്. ആ രണ്ടാം വരവിനായി നാം വിശ്വാസത്തോടെ കാത്തിരിക്കണം. പുൽക്കൂട് ഒരുക്കിയത് അവൻ ചോദിക്കില്ല മേഘപാളികളിൽ വരുമ്പോൾ. അവൻ ചോദിക്കുക, നീ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചോ എന്നുള്ളതാണ്. നീ നിൻ്റെ സഹോദരന് നന്മ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവൻ ചോദിക്കുക രണ്ടാമത് വരുമ്പോൾ. ജീവൻ്റെ പുസ്തകത്തിൽ
നമ്മളുടെ പേര് എഴുതപ്പെട്ടിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും തിരിച്ച് സ്വർഗത്തിലെത്തട്ടെ. സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് അവിടെയും ഉറച്ച ശബ്ദത്തോടുകൂടെ ഹാലലൂയ പറയാൻ സാധിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. സങ്കീർത്തനം 130 പറയുന്നുണ്ട്, പുലരിയാകാൻ കാത്തിരിക്കുന്ന ഒരു കാവൽക്കാരനെ പോലെ ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു എന്ന്. എന്താണ്? എന്നോടൊത്ത് പറയാമോ? പുലരിയാകാൻ കാത്തിരിക്കുന്ന ഒരു കാവൽക്കാരനെ പോലെ ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു. ഒരു പട്ടാളക്കാരനായ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനമാണിത്. എന്താ കാരണമെന്നറിയാമോ? പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരൻ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു സംഗതിയാണ്. പട്ടാളത്തിൽ ഗാർഡ് ഡ്യൂട്ടി, കാവൽ ഡ്യൂട്ടി എന്നുള്ളത് 3 ഷിഫ്റ്റാണ് രാത്രി. നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയം ഏതാണ്? അങ്ങനെയൊന്നുമില്ല ബ്രദറെ, ഏത് സമയം, പ്രത്യേകിച്ച് വചനം കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. എന്നാലും ഒന്ന് പറയാമോ, നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയം രാത്രി കിടക്കുമ്പോൾ പുലരിക്ക് തൊട്ട് മുമ്പുള്ള സമയമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ആ സമയത്ത് കള്ളന്മാരുടെ ശല്യം ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ ഈ പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരന് ചില പ്രത്യേകതകളുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഈ കാവൽക്കാരനെ സംബന്ധിച്ചിടത്തോളം പുലരി ഒരു സ്വപ്നമാണോ? ഒരു പ്രതീക്ഷയാണോ? കേൾക്കുന്നില്ല. ഈ കാവൽക്കാരനെ സംബന്ധിച്ചിടത്തോളം പുലരി ഒരു സ്വപ്നമാണോ, ഒരു പ്രതീക്ഷയാണോ? അല്ല, മറിച്ച് എന്താണ്? പുലരി ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4:30 മണി കഴിഞ്ഞാൽ കിഴക്ക് വെള്ള കീറും, ഉറപ്പ്. അപ്പൊ ഈ പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരന് പുലരി ഉറപ്പാണ്. എന്നാൽ അവൻ ഉറങ്ങാൻ പാടുമോ? അപ്പോൾ അവൻ ഉറങ്ങാൻ പാടുമോ? ഇല്ല. കാരണം ആ സമയത്താണ് ഏറ്റവും ജാഗ്രതയോടെ ഇരിക്കേണ്ടത്. കാരണം ആ സമയത്ത് നമ്മുടെ തന്നെ ശരീരം നമ്മളോട് പറയും, ഉറങ്ങാൻ സമയമായി, കണ്ണടച്ചോ, കണ്ണടച്ചോ, കണ്ണടച്ചോ. ആ സമയത്താണ് അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് നാം ഇരിക്കേണ്ടത്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, പുലരിയാകാൻ കാത്തിരിക്കുന്ന ഒരു കാവൽക്കാരനെ പോലെ നാം യേശുവിൻ്റെ 2ാം വരവിനായി നമ്മളെ തന്നെ ഒരുക്കണം. ജാഗ്രതയോടെ കാത്തിരിക്കണം. അവൻ്റെ 2ാം വരവിൽ അവൻ ജീവന്റെ പുസ്തകം തുറക്കുമ്പോൾ അതിൽ നമ്മുടെ എല്ലാവരുടെയും പേരുണ്ടായിരിക്കണം. ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കതിനായി പരിശ്രമിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കട്ടെ. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമല്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു തന്നെ തന്നെ ബലിയർപ്പിച്ചു. ദൈവത്തിന് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഇന്ന് ഞാൻ ഒരു മരുഭൂമിയുടെ നടുവിലാണ്. ഞാൻ നിസ്സഹായനാണ്. ഞാൻ നിരാലംബനാണ്. എൻ്റെ പ്രതീക്ഷകൾ അറ്റുപോയിരിക്കുന്നു.
കർത്താവേ, കർത്താവേ, നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായി, നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായി വിശ്വാസത്തിന്റെ ഒരു വിശാല വീഥി നിനക്കായി എന്റെ ഈ മരുഭൂ അവസ്ഥയിൽ ഒരുക്കാൻ എന്നെ സഹായിക്കണമേ. അമ്മേ മാതാവേ, എന്റെ കരം പിടിച്ചുകൊണ്ട് നിന്റെ മകനെ എന്റെ ജീവിതത്തിൽ കണ്ടെത്തുവാനായി എന്നെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.